2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥം ആയി തീരരുത് എന്ന് ഞങ്ങളെ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഞങ്ങൾ ശുശ്രൂഷയിൽ ആണെങ്കിൽ തന്നെയും നിങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായ സഹപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുവാനുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറയണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചത് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം, അത് വ്യർത്ഥമായി പോകരുത് എന്ന് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവിച്ചതായ ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. കൃപാവരങ്ങൾ ഉള്ളതായ സഭയായിരുന്നു കൊരിന്ത്യ സഭയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കൊരിന്ത്യ സഭയുടെ ആരംഭം പഠിച്ചു കഴിഞ്ഞാൽ നല്ല വൈബ്രന്റ് ചർച്ച ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞു നിന്നതായ ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭയെന്ന് നമുക്ക് കൊരിന്ത്യ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൃപ എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഒരു തിയോളജിയനും എഴുതി തീർക്കുവാനായിട്ട് കൃപയെ കുറിച്ച് സാധിക്കുകയില്ല. ഒരു പ്രാസംഗികനും എന്തുവാണ് പ്രസംഗിച്ച് തീർക്കുവാനായിട്ട് കൃപയെ കുറിച്ച് സാധിക്കുകയില്ല. കാര്യം അത്രമാത്രം എന്തുവാണ്, ഹല്ലേലൂയ, വലിയ ഓഷൻ പോലെയാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൃപയ്ക്കായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയെ കുറിച്ച് എനിക്ക് അല്പമായി ചില കാര്യങ്ങൾ ഇന്ന് വൽക്കാലം പറയുവാൻ സാധിക്കും. എന്നാൽ അത്രമാത്രം വലിയൊരു വിഷയമാണ് ദൈവത്തിന്റെ കൃപ എന്നുള്ളത്. നമ്മൾ ചില കാര്യങ്ങൾ, ചില ലേയേഴ്സ് ഒക്കെ നമ്മൾ പറയും. ചില ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞതുപോലെ ഈ കൃപയ്ക്ക് ഒത്തിരി പാളികളുണ്ട്. എന്നാൽ ഓരോ പാളി എടുത്തു മാറ്റും തോറും എന്തുവാണ് മറ്റൊരു കൃപയുടെ പാളി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ മനസ്സിലാക്കും. അപ്പോൾ കൃപയെന്ന് പറഞ്ഞത് ഹല്ലേലൂയ ഒരു വലിയ വിഷയം തന്നെയാണ്. കൃപയുടെ ചില പാളികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കൃപ എന്തുവാണ്? എഫേസ്യ ലേഖനം 2:8 നമ്മൾ വായിക്കുന്നു, കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ രക്ഷിക്കുന്ന കൃപ എന്തുവാണ്? ഒരു പാളിയാണ് കൃപയുടെ. ഹല്ലേലൂയ. അതുപോലെ രണ്ടാമത് നമ്മൾ റോമാലേഖനം 3:23 വരുമ്പോൾ മറ്റൊരു പാളി നമുക്ക് കാണുവാൻ സാധിക്കും. കൃപയുടെ നീതീകരണം, അല്ലെങ്കിൽ നീതീകരിച്ച കൃപ, അല്ലെങ്കിൽ ജസ്റ്റിഫൈങ് ഗ്രേസ്. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, അവന്റെ കൃപയാൽ ക്രിസ്തയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ മറ്റൊരു പാളി കൃപയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ രക്ഷിച്ചതായ കൃപ, സേവിങ് ഗ്രേസ്. രണ്ടാമത്തെ കൃപ നീതീകരിച്ച കൃപ, അല്ലെങ്കിൽ ജസ്റ്റിഫൈങ് ഗ്രേസ്. നമ്മളെ പാപം ചെയ്ത് ജീവിച്ചവരായിരുന്നു. എന്നാൽ കർത്താവിനെ നമ്മൾ അറിഞ്ഞപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ആ പാപമെല്ലാം എന്തുവാണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുപോലെ അന്ന് വരെ ആ വ്യക്തി ചെയ്തായ പാപമെല്ലാം എന്തുവാണ്? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മളെ നീതീകരണം നമ്മളിൽ ഉണ്ടാകുന്നിടയായിത്തീർന്നു. അപ്പോൾ നമ്മളെ നീതീകരിച്ചതായ കൃപ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ടീച്ചിങ് ഗ്രേസ്. ടൈറ്റസിന്റെ പുസ്തകം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കൃപയുടെ മറ്റൊരു ലെയർ, മറ്റൊരു പാളി കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട് എന്ന്. അതൊരു വലിയ വാക്യമാണ്. എന്നാൽ അതിന്റെ ഒരു 2 വരി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട്. അപ്പോൾ അതിന് പറയുന്നത്, ഇംഗ്ലീഷ് പറയുന്നത് ടീച്ചിങ് ഗ്രേസ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തോട് നോ പറയുവാന്, പാപത്തോട് ഹല്ലേലൂയ പാപത്തെ വിട്ട് ഓടുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തരും. ആ കൃപയാണ് ടീച്ചിങ് ഗ്രേസ്, അല്ലെങ്കിൽ ഹല്ലേലൂയ പഠിപ്പിക്കുന്ന കൃപ. നമ്മളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ രക്ഷിച്ച കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ നീതീകരിച്ച കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നാൽ കൃപയുടെ മറ്റൊരു ലെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അത് ബലഹീനതയിൽ നമ്മളെ താങ്ങുന്ന കൃപ. ഹല്ലേലൂയ. പൗലോസ് ആ കൃപ അനുഭവിച്ച വ്യക്തിയാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസിനോട് ഇങ്ങനെ 3 പ്രാവശ്യം തന്നെ പ്രാർത്ഥിച്ചു, തനിക്ക് ശരീരത്തിൽ ഉണ്ടായിരുന്നായ ആ ശൂലം ഒന്ന് എടുത്തു മാറ്റുവാനായിട്ട്. കർത്താവിനോട് അപേക്ഷിച്ചെങ്കിലും കർത്താവ് കേട്ടില്ല. എന്നാൽ
കർത്താവ് അവനോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ കൃപയുടെ മറ്റൊരു ലെയർ, കൃപയുടെ മറ്റൊരു പാളി ഏന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെയും നിന്റെയും ബലഹീനതകളിലെ നമ്മളെ താങ്ങുന്ന കൃപ. ആ കൃപയ്ക്കായി നമുക്ക് കരങ്ങളോർത്ത് നമുക്ക് ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോഴേ കൃപയ്ക്ക് ഒത്തിരി പാളികളുണ്ട്. എന്നാൽ ഇവിടെ കൊരിന്ത്യരോട് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ കൃപ എന്തുവാണ്? വ്യർത്ഥമായി പോകരുത്. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസിന് ലഭിച്ച കൃപ പൗലോസ് ഒരിക്കലും വ്യർത്ഥമാക്കിയില്ല. പൗലോസിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചതായ കൃപ എന്തുവാണ്? കർത്താവിന്റെ രാജ്യത്തിനും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ പൗലോസ് തന്റെ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കൃപ കർത്താവ് നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ആ കൃപ എന്തുവാണ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വേലയ്ക്കും നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകമായി എന്തുവാണ്? ആ കൃപ നമ്മൾ ഉപയോഗിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, കൃപ തനിക്ക് ലഭിച്ചു, ആ കൃപ താൻ ഉപയോഗിച്ചതായി നാം കാണുന്നു. വായിച്ചാട്ടെ അതിന്റെ 10-ാം വാക്യം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഇവിടെ പൗലോസ് തന്റെ സാക്ഷ്യം എന്താണ് കൊരിന്ത്യരുള്ളവരോട് പറയാണ്. ആദ്യം അവർക്കൊരു അഡ്വൈസ് കൊടുത്തു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറയാണ്, തന്റെ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. പൗലോസ് പറഞ്ഞ പോലുള്ളതായ സാക്ഷ്യമാണ് നമുക്കെല്ലാവർക്കും. ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. അത് വിശ്വസിക്കുന്നവരെ ആ സാക്ഷ്യം എഴുന്നേറ്റ് പറഞ്ഞില്ലെങ്കിലും കരങ്ങൾ ഉയർത്തി, കർത്താവ് എന്റെ സാക്ഷ്യം അതാകുന്നുവെന്ന് നമുക്ക് ഒന്ന് പറയാൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നിട്ട് പറയാണ് പൗലോസ്, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോഴേ പൗലോസിന് കർത്താവ് കൊടുത്തതായ കൃപ എന്തുമാണ്? വ്യർത്ഥമായി പോയില്ല എന്ന്. ഹല്ലേലൂയ. ഞാൻ കുറച്ച് നാൾ മുമ്പ് നിരണത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പല വീടുകളിലൊക്കെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നടത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റൊരാളിൽ നിന്ന് കേട്ടു, ഞങ്ങളുടെ ചർച്ചിലുള്ളവരല്ലേ, അപ്പം പറഞ്ഞു മറ്റൊരാളിൽ നിന്ന് കേട്ടു, മോന് നല്ല ജോലി കിട്ടിയെന്ന് കേട്ടു എന്ന് ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു. അമ്മാമ്മ ആ പേര് പറഞ്ഞില്ലേ, പേര് പറഞ്ഞ നിരണക്കാരത്തിലൂടെ ഉണ്ട് ഹല്ലേലൂയ. അപ്പോൾ ഈ നല്ല ജോലി കിട്ടിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മാമ്മ എന്നോട് തിരിച്ചു പറയാണ്, എൻ്റെ മോനെ അവന് ജോലി കിട്ടിയെങ്കിലും എന്തുവാണ്, അവൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി വ്യത്യാസപ്പെട്ടു, കല്യാണവും കഴിച്ചു. ഇപ്പോൾ അവനും ജോലി കിട്ടിയെങ്കിലും എന്തുവാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ ചിലതൊക്കെ ഏൽപ്പിക്കുന്നത് എന്തുവാണ്? മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. കൃപ നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ ആ കൃപ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞാൻ ഹല്ലേലൂയ ഒരു സഹപ്രവർത്തനെ പോലെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പറയാണ്, എന്നെ ഏൽപ്പിച്ച കൃപ എന്തുവാണ്? വ്യർത്ഥമായി പോയില്ല എന്ന് നമ്മളിപ്പോൾ വായിച്ചു. എന്നിട്ട് പറയാണ്, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ അധികം മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള അപ്പോസ്തലന്മാർ പലരുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അക്കംപ്ലിഷ് ചെയ്തതുപോലെ മറ്റുള്ള അപ്പോസ്തലന്മാർ പലർക്കും ചെയ്യുവാൻ സാധിച്ചില്ല. എന്നാൽ എത്രമാത്രം പൗലോസ് അധ്വാനിച്ചു, എത്രമാത്രം അക്കംപ്ലിഷ് ചെയ്തു, ഇങ്ങനെ പറയാണ്, അവരെ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അധ്വാനിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കൃപ ഇവിടെയുണ്ട്. എന്നിട്ട് പറയാണ് എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ എന്ന്. അപ്പോൾ ഹല്ലേലൂയ, പൗലോസിന്റെ ജീവിതത്തില് അക്കംപ്ലിഷ് ചെയ്യുവാനായിട്ട് സാധിച്ചതായ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നത്, എന്നിലെ കർത്താവ് ഡിപ്പോസിറ്റ് ചെയ്തായ ആ കൃപയാണ് അധ്വാനിച്ചത്. ആ കൃപ കൊണ്ടാണ് എനിക്ക് ചിലതൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. എന്നില് എൻ്റെ കർത്താവ് ഡിപ്പോസിറ്റ് ചെയ്ത കൃപ വൃഥാവായി പോയില്ല, വ്യർത്ഥമായി പോയില്ല. ഇന്ന് പോൽക്കാലം പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളില് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായ ആ കൃപ വൃഥാവാക്കരുത്. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൃപയുടെ ഉറവിടമാരാണ്? നമ്മുടെ കർത്താവാണ്.
കൃപയുടെ ഉറവിടമായ നമ്മുടെ കർത്താവ് കാര്യങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. അവൻ കൃപയുടെ ഉറവിടം മാത്രമല്ല, അവൻ സ്നേഹത്തിന്റെ ഉറവിടമാണ്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ആ കൃപയുടെ ഉറവിടമായ കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഇവിടെ പറയാണ് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. അപ്പോൾ ഒരു കൃപയുടെ മേൽ എന്തുവാണ്? മറ്റൊരു കൃപ എടുത്തു വെക്കുകയാണ്. കൃപമേൽ കൃപ. ഹല്ലേലൂയ. അവന്റെ നിറവിൽ നിന്ന്. അപ്പോൾ കൃപയുടെ ഉറവിടം എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ. അവിടെ ഒത്തിരി കൃപയുണ്ട്. ആ കൃപയിൽ എന്തുവാണ്? നിന്നിലേക്ക് ചില കൃപ വന്നു, വീണ്ടും കൃപ വന്നു. അങ്ങനെ കൃപമേല് കൃപ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കൃപമേൽ കൃപ എല്ലാവർക്കും ഹല്ലേലൂയ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എന്താണ്? കൃപമേൽ കൃപ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനായി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കാരിസ് എന്ന് പറയുന്ന യവന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലുള്ളതായ ഗ്രേസ്, അല്ലെങ്കിൽ ഈ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ഗ്രേസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ കൃപ എന്നുള്ളതായ ആ പദം ഉണ്ടായിരിക്കുന്നത്. അനർഹമായ സ്ഥാനത്ത് സ്വർഗസ്ഥനായ ദൈവം എന്തുമാണ്? സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേലെ ചൊരിയുന്നായ അനുഗ്രഹങ്ങളാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ അതിന്റെ യഥാർത്ഥമായ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ചെലവില് ദൈവത്തിന്റെ സമ്പത്ത്, ക്രിസ്തുവിന്റെ ചെലവിലെ ദൈവത്തിന്റെ സമ്പത്ത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം തന്റെ പരമാധികാരം ഉപയോഗിച്ച് ഒത്തിരി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്തുവാണ്? ചൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ദയ നമുക്ക് അനുഭവിപ്പാനായി ഇടയായി തീർന്നു. അതെല്ലാം വിളിച്ചു പറയുന്നത് നമ്മുടെ മേലെ ഹല്ലേലൂയ അവൻ അയച്ചതായ കൃപയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഒന്ന് നമ്മളെ കുറിച്ച് ഇന്ന് പോൽക്കാലം ചിന്തിക്കുക. കർത്താവ് എന്നിലെ ഡിപ്പോസിറ്റ് ചെയ്തായ കൃപ ഞാൻ കർത്താവിൻ്റെ വേലുള്ള ബന്ധത്തില് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് പ്രയോജനകരമായി, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി എൻ്റെ കൃപ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൃപ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിൽ കൂടുതൽ കൃപ നമ്മൾ അനുഭവിക്കണം. കൃപ അനുഭവിക്കുന്നതായ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൃപ നമ്മൾ അനുഭവിക്കണം. കൃപ അനുഭവിച്ച് രുചിച്ച് അറിയേണ്ട ഒന്നാണ്. ആ കൃപ അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നോർത്ത് നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ പലരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർക്കൊക്കെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ ചില ഇൻഡിവിജ്വൽസിന് ദൈവം കൃപ കൊടുത്തായിട്ട് നമുക്ക് വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17 മുതൽ 20 വായിക്കേണ്ട ആവശ്യമില്ല, 23 വരെയുള്ളതായ വാക്കുകൾ വായിക്കുമ്പോൾ മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അല്ലെങ്കിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പലർക്കും ദൈവത്തിന്റെ കൃപ കിട്ടിയതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28 നമ്മൾ വായിക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് കൃപ ലഭിച്ചു. ഒന്ന് വായിക്കാം. 1:28 മുതൽ 31 വരെയുള്ളതായ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേര് വിളിക്കണം. മതി. നമ്മൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ വായിച്ചു. അതുപോലെ മോശയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പല ഭക്തന്മാർക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ജോസഫിനും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവന്റെ സഹോദരന്മാരൊക്കെ അവനെ ഒതുക്കുവാൻ നോക്കുമ്പോൾ എന്തുവാണ്? അവനിൽ വ്യാപരിച്ച കൃപ എന്തുവാണ്? അവനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോഴേ കൃപ ലഭിച്ച പലരെയും നമുക്ക് പഴയ നിയമത്തിൽ കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപ ലഭിച്ചതായ ഒരു സഹോദരി, ഒരു ഗ്രാമ നിവാസി, 10-18 വയസ്സ് പ്രായമുള്ളതായ ഒരു പെൺകുട്ടി, അവളെ ജോസഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഗബ്രിയേൽ ദൂതൻ എന്തുവാണ്? അവിടെ വീട്ടിലേക്ക് വരുന്നു. അത് മാത്രമല്ല അവിടെ വീട്ടിലേക്ക് വന്ന് അകത്ത് കയറിയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അകത്തെ മുറിയിലായിരുന്നു അവളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വായിക്കുക
പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി വിവാഹം ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അധികം യാത്ര ചെയ്യില്ല, പുറത്തധികം പോകുകയില്ല. അതുപോലെ ഒരു വെയിൽ അവൾ വേറെ ചെയ്യും, അവിടെ വീട്ടിൽ തന്നെ സമയങ്ങളിൽ ചിലവഴിക്കും. മറ്റുള്ള ആരെയും അവളെ ഒരു സമ്പർക്കം പുലർക്കുവാനോ കാണുവാനോ അധികം ആഗ്രഹിക്കത്തില്ല. അങ്ങനെയാണ് യഹൂദ പാരമ്പര്യം. ഞാൻ ഒരു യഹൂദനല്ലെങ്കിലും യഹൂദ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ നിന്ന് പറയുന്നതായ കാര്യങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ ഗബ്രിയേൽ ദൂതൻ എന്തുമാണ്? ആ വീടിന് അകത്ത് കടന്നു ചെന്നു. ഹല്ലേലൂയ. ദൂതൻ അവളുടെ അടുക്കല് അകത്ത് ചെന്ന് എഴുതിയിരിക്കുന്നു. അകത്ത് ചെന്നു എന്നിട്ട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടേ എന്ന് പറഞ്ഞു. ഈ അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അപ്പോൾ ദൂതനെ കണ്ടുകൊണ്ടല്ല അവൾ ഭ്രമിച്ചത് ഇവിടെ. എന്നാൽ അവൻ പറഞ്ഞതായ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതായ ആ വാക്ക് കേട്ടെന്തുമാണ്? അവള് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു മറിയ. എന്നാൽ അതിനുശേഷം വീണ്ടും പറയാണ് ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഗബ്രിയേൽ ദൂതനെ ഹല്ലേലൂയ കണ്ടുകൊണ്ട് അവൾ ഭയപ്പെട്ടില്ല. എന്നാൽ ദൂതൻ പറഞ്ഞത് കേട്ട് അവൾ ഭയപ്പെട്ടു. ഇത് എന്തൊരു വന്ദനമെന്ന് അവൾ തിരിച്ച് ഗബ്രിയേലിനോട് ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ഗബ്രിയേൽ പറയാണ്, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ. അപ്പോൾ ഈ മറിയയ്ക്ക് ദൈവം കൊടുത്തതായ ആ കൃപ എന്തുവാണ്? ഹല്ലേലൂയ. അവിടെ ജീവിതത്തിൽ പ്രയോജനമായി. അത് മാത്രമല്ല ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതായ ഒരു കാര്യമായിരുന്നു, ഒരു കന്യകയിലെ യേശു കർത്താവ് പൂജാതനാകണം. ഹല്ലേലൂയ. അപ്പോൾ യേശു അവളിൽ പൂജാതനായി. ഹല്ലേലൂയ. യേശുവിനെ ഈ ലോകത്തിന് ദാനം ചെയ്യുവാനായിട്ട് ഒരു പങ്കാളിത്തം എന്തുവാണ് ആകുവാനായിട്ട് അവൾക്ക് ദൈവം കൊടുത്തതായ, അല്ലെങ്കിൽ ഗബ്രിയേൽ ചെന്ന് പറഞ്ഞതായ ആ കൃപ ഹല്ലേലൂയ അവിടെ ജീവിതത്തിൽ എന്തുവാണ് വലിയ സാധ്യതകൾ ഉളവാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവൾക്ക് കിട്ടിയതായ ആ കൃപ പ്രയോജനമായി. ഹല്ലേലൂയ. മറിയയ്ക്ക് കിട്ടിയതായ ആ കൃപ എന്തുവാണ്? മറിയ പ്രയോജനപ്പെടുത്തി. ഇന്ന് പൽക്കാലം പ്രിയമുള്ളവരെ നമ്മളിലൊക്കെ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. യെസ്. എന്നാൽ ആ കൃപ ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. ഒരു പാട്ട് പാടി, ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരു സ്തോത്രം പറഞ്ഞ്, ഒരു സ്തോത്ര കാഴ്ചയിട്ട് പോകുന്നതല്ല കൃപ എന്ന് പറയുന്നത്. എന്നാൽ എന്നിലും നിന്നിലും എന്തുവാണ് ദൈവം ഹല്ലേലൂയ ഡിപ്പോസിറ്റ് ഇരിക്കുന്നതായ കൃപ എന്തുവാണ് പ്രയോജനകരം ആക്കി തീർക്കണം. അപ്പോൾ മറിയയ്ക്ക് കൊടുത്തതായ ആ കൃപയുടെ സാധ്യത അവൾ മനസ്സിലാക്കി. ദൂതൻ പറഞ്ഞത്, ഗബ്രിയേൽ പറഞ്ഞത് അതുപോലെ അവളെ ഏറ്റെടുത്തു. അപ്പോഴേ അവളെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേ അവളിൽ വ്യാപരിച്ച ഒരു കൃപയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളിലേക്ക് കൃപ വ്യാപരിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഒരണക്കെട്ട് എന്തുവാണ് ഹല്ലേലൂയ തുറന്നു വിടുമ്പോൾ വെള്ളം ചാടുന്നത് പോലെ കൃപ ഈ ദിവസങ്ങളിൽ നമ്മളിലേക്ക് ഒന്ന് കടന്നു വരണം. എത്ര പേരെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് കൃപയ്ക്ക് എന്തുവാണ് ഒരു ലിമിറ്റേഷൻ ഇല്ല, കൃപയ്ക്ക് ഒരു അളവില്ല. ഹല്ലേലൂയ. വെള്ളം ചാടുന്നത് പോലെ, ഹല്ലേലൂയ, അണപൊട്ടി വെള്ളം ചാടുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എന്തുവാണ് ആ കൃപ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആ കൃപ എന്നിലേക്ക് ഒഴുകട്ടെ, നിന്നിലേക്ക് ഒഴുകട്ടെ. അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവേ, ആ കൃപയുടെ വലിയൊരു ഒഴുക്ക് കർത്താവേ എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമെന്ന് ഇന്ന് പോൽക്കാലം നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ആ കൃപയുടെ ഒരു ഒഴുക്ക് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആ കൃപയുടെ ഒരു വലിയ ഒഴുക്ക് നമ്മുടെ സഭയിലേക്ക് കടന്നു വരുവാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. എത്ര പേര് കൃപയുടെ ഒരു വലിയ ഒഴുക്ക് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ 2025 എന്തുവാണ് ഹല്ലേലൂയ ഇന്ന് വരെ നമ്മൾ അനുഭവിക്കാത്ത രീതിയിലുള്ളതായ ഒരു കൃപയുടെ വലിയ ഒരു ഒഴുക്ക്, ഒരു ചാനല്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ചാലുകൾ തുറക്കപ്പെടണം.